In this class, we are discussing about the mean value theorem. This is an important theorem in mathematics. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇൻ്റർമീഡിയറ്റ് വാല്യൂ തിയറം, എക്സ്ട്രീം വാല്യൂ തിയറംസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ് ദ മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത്. മീൻ വാല്യൂ തിയറം സേസ് ദാറ്റ് സപ്പോസ് y is equal to f of x be a function of x subject to the condition, that is f is continuous on in the closed interval ab and f is differentiable in the open interval ab. അതായത് ഇവിടെ ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി ആണ്. അത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഓപ്പൺ ഇൻ്റർവൽ എ ബി വരുന്നത്. ആൻഡ് എഫ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ആൻഡ് ദർ ഈസ് എ പോയിന്റ് സി ഇൻ ദി ഓപ്പൺ ഇൻ്റർവൽ എ ബി at which f of b minus f of a divided by b minus a, that means this is actually the slope a f of a b f of b എന്ന് പറയുന്ന ആക്ച്വലി ആ ഗ്രാഫിക്കലി വരുന്നതിൻ്റെ സ്ലോപ്പാണ് ആക്ച്വലി ഇത്. ദാറ്റ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു സം എഫ് ഡാഷ് ഓഫ് സി വേർ സി ഈസ് സം പോയിന്റ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. അതായത് എഫ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയും എഫ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബിയും ആയാൽ മീൻ വാല്യൂ തിയറം പറയുന്നത് ദർ ഈസ് സം പോയിന്റ് എ ബിക്ക് ഇടയ്ക്കുള്ള ഒരു പോയിന്റില്ല. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആക്ച്വലി എ എഫ് ഓഫ് ബി ബി എ എഫ് ഓഫ് എ ബി എഫ് ഓഫ് ബിയുടെ ആ ലൈനിൻ്റെ സ്ലോപ്പിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ആക്ച്വലി പറയുന്നത്. നമ്മളിനി ഈ തിയറത്തിൻ്റെ പ്രൂഫിലേക്ക് പോവുകയാണ്. നോട്ട് ചെയ്യേണ്ട കാര്യം എ ബി അറ്റ് എൻ പോയിന്റ്സിലാണ് ഫംഗ്ഷൻ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് വരുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ആക്ച്വലി വരുന്നത് എ ബിക്ക് ഇടയ്ക്കുള്ള ഒരു പോയിൻ്റാണ് ഇത് വരുന്നത് ആക്ച്വലി റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്. ആക്ച്വലി തിയറം പറയപ്പെടുന്നത് ലഗ്രാഞ്ചസ് മീൻ വാല്യൂ തിയറം എന്നാണ് തിയറം പറയപ്പെടുന്നത്. നമ്മൾ തിയറം പ്രൂവ് ചെയ്യാനായിട്ട് 3 സ്റ്റെപ്പിലാണ് തിയറം പ്രൂവ് ചെയ്യുന്നത്. അറ്റ് ഫസ്റ്റ് നമ്മൾ റോളീസ് തിയറം പ്രൂവ് ചെയ്യും. റോളീസ് തിയറം പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റെപ്പിൽ വേറൊരു തിയറം പ്രൂവ് ചെയ്യും. ദെൻ വി ഫൈനലി പ്രൂവ് mean value theorem. The Rolle's theorem says that suppose that y is equal to f of x is a continuous at every point of the closed interval ab. y is equal to f of x closed interval ab യിൽ continuous ആണ് and differentiable at every point in its interior ab. Interior ab യിൽ differentiable ആണ്. And if f of a is equal to f of b, f of a and f of b are equal, f of a and f of b are equal at the end points, function value same ആണ്. Then there is at least one number c in ab at which f dash of c is equal to 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിയറം says that ab ക്ക് ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ട്, അവിടെ എന്താണ് f dash of c is equal to 0. That means tangent at f of c must be parallel to the x-axis. Tangent at f of c must be parallel to the x-axis. Theorem says that at end point function same ആണ്, value same ആണെന്നുണ്ടെങ്കിൽ there is a point c. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ പോയിന്റ്, ദാറ്റ് മീൻസ് c is a critical point. ഒരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും, എക്സ് ആക്സിന് പാരലൽ ആയിരിക്കും അതിൻ്റെ ടാൻജൻറ്റ് വരും. തിയറത്തിൻ്റെ പ്രൂഫ് ഇങ്ങനെയാണ്. എഫ് കണ്ടിന്യൂസ് ആണ്, എഫ് അസ്യൂംസ് അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് അബ്സല്യൂട്ട് മിനിമം ഓൺ എ ബി. എഫ് കണ്ടിന്യൂസ് ആണ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അബ്സല്യൂട്ട് മാക്സിമത്തിനെ കുറിച്ച് അബ്സല്യൂട്ട് മിനിമം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലോക്കൽ എക്സ്ട്രീമം വാല്യൂ, ലോക്കൽ മിനിമം വാല്യൂ നമ്മൾ ഏർലിയർ ലെക്ചറിൽ നമ്മൾ പറഞ്ഞു. എന്ത് പറയുന്നു, ലോക്കൽ എക്സ്ട്രീമം വാല്യൂ ആൻഡ് ലോക്കൽ മിനിമം വാല്യൂസിൽ എഫ് ഡാഷ് ഓഫ് സി ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ എന്താ, ദിസ് ക്യാൻ ഒക്കർ ഓൺലി, അതായത് അബ്സല്യൂട്ട് മാക്സിമം അല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമം ഒക്കർ ഓൺലി അറ്റ് ഇൻറ്റീരിയർ പോയിന്റ്സ് വേർ എഫ് ഡാഷ് ഈസ് 0. എഫ് ഡാഷ് 0 ആവുന്ന പോയിന്റ്സിലാണ് ആക്ച്വലി ലോക്കൽ മിനിമം ഓർ ലോക്കൽ മാക്സിമം എക്സിസ്റ്റ് ചെയ്യുന്നത്, എക്സ്ട്രീമം എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് പോയിന്റ്സ് ഓഫ് ദി ഫങ്ഷൻസ് ഡൊമൈൻ, അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് പോയിന്റ്സിലാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഹൈപ്പോത്തിസിസ് പ്രകാരം, ദാറ്റ് മീൻസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വേറെ പ്രകാരം എഫ് ഹാസ് എ ഡെറിവേറ്റീവ് അറ്റ് എവറി ഇൻറ്റീരിയർ പോയിന്റ്സ്. ദാറ്റ് മീൻസ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എവറി ഇൻറ്റീരിയർ പോയിന്റ്. അതാണ് ഇവിടെ ആക്ച്വലി എന്ത് സൂചിപ്പിക്കുന്നത്, എഫ് ഹാസ് എ ഡെറിവേറ്റീവ് അറ്റ് എവറി ഇൻറ്റീരിയർ പോയിന്റ്സ്. That rules out 2.
leaving as the interior points where f dash is equal to 0 and with two endpoints a and b. അതായത് അപ്പോൾ എന്ത് പറയുന്നു, അറ്റ് ദി എൻ പോയിന്റ്സിൽ എഫ് ഡാഷ് ഡസ് നോട്ട് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ്സിലും അവിടെ എന്താവുന്നു, എക്സ്ട്രീമം വാല്യൂസ് വരാം. നമ്മൾ ഓൾറെഡി ഗ്രാഫിൽ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പോസിബിലിറ്റി ആക്ച്വലി ഇവിടെ വരുന്നില്ല. കാരണം എഫ് ഡാഷ് ഡെറിവേറ്റീവ് ആക്ച്വലി എഫ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് ഇൻറ്റീരിയർ പോയിന്റ്. എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ഉണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് കേസ് നമുക്ക് ഒഴിവാക്കാം. അതാണ് ഇവിടെ ആക്ച്വലി പറയുന്നത്. എഫ് ഡാഷ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്ന കേസ് ഇവിടെ ആക്ച്വലി വരുന്നില്ല. ദെൻ ഇപ്പോൾ എ ആൻഡ് ബീൻ്റെ ഇടയ്ക്ക് എല്ലാ സ്ഥലത്തും എന്ത് വരുന്നു, മാക്സിമം വരുന്നുണ്ട്, എക്സ്ട്രീമം വരുന്നുണ്ട്. എക്സ്ട്രീമം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയർ പോയിന്റ് സം പോയിന്റ്സിൽ 0 ആവുന്ന പോയിന്റ്സിലാണ് വരുന്നത്. അപ്പോൾ ഇഫ് ഐദർ ദി മാക്സിമം ഓർ മിനിമം ഒക്കേഴ്സ് അറ്റ് എ പോയിന്റ് സി ഇൻസൈഡ് ദി ഇൻ്റർവൽ. അപ്പോൾ ഇൻ്റർവലിന് ഇൻസൈഡിലാണ് ആക്ച്വലി ഏത് വരിക, ആ പോയിന്റ് വരിക. ദെൻ എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0. മാക്സിമം ഓർ മിനിമം ഏതെങ്കിലും ഒരു പോയിന്റിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ എന്തായിരിക്കും, ഡെറിവേറ്റീവ് ഈസ് ആക്ച്വലി ഗോസ് ടു 0. ദാറ്റ് മീൻസ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0. ഇവിടെ സി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ അസ്യൂം ചെയ്യാണ് ഇൻസൈഡ് ദി ഇൻ്റർവെല്ലാണെന്ന്. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ഫൗണ്ട് ചെയ്ത് കഴിഞ്ഞു, ആൻഡ് വി ഹാവ് ഫൗണ്ട് എ പോയിന്റ് ഫോർ റോളീസ് തിയറം. അപ്പോൾ നമുക്ക് ഒരു എഫ് ഡാഷ് ഓഫ് സി, ഒരു സി എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇഫ് ബോത്ത് മാക്സിമം ആൻഡ് മിനിമം ആർ അറ്റ് എ ഓർ ബി, എ ഓർ ബിയിലാണ് ആക്ച്വലി മാക്സിമം മിനിമം വരുന്നത്, ദെൻ f is a constant, that is f dash of c. f dash is equal to 0 and c can be taken anywhere in the interval. അതായത് ഒരു ഫംഗ്ഷൻ്റെ മാക്സിമവും മിനിമവും, ഫംഗ്ഷൻ്റെ മാക്സിമം ആൻഡ് മിനിമം ആർ അറ്റ് എ ഓർ ബി, എയിലാണ് ബിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം മിനിമം ആക്ച്വലി എന്താണ്, റോളീസ് തിയറം പ്രകാരം എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ആണ്. ഈ മാക്സിമം എയിൽ വന്നു കഴിഞ്ഞാൽ മിനിമം എവിടെ വരും, ബിയിലും വരും. കാരണം എഫ് വാല്യൂസ് രണ്ടും സെയിം ആണ്. ഒരു ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂയും മിനിമം വാല്യൂയും ഒരേ പോയിന്റിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ എടുക്കുന്നതും മിനിമം വാല്യൂ എടുക്കുന്നതും ഒരേ പോയിന്റിലാണ്. അപ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 0. സി ക്യാൻ ബി ടേക്കൺ എനിവർ. ഏത് സി അതിൻ്റെ ഉള്ളിൽ എടുത്തു കഴിഞ്ഞാൽ എഫ് ഡാഷ് 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, റോളീസ് തിയറം അങ്ങനെ പ്രൂവ് ചെയ്യാം. റോളീസ് തിയറത്തിൻ്റെ ജോമെട്രിക്കൽ അപ്രോച്ചാണ് ഇവിടെ ആക്ച്വലി കൊടുത്തിരിക്കുന്നത്. എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി, ഹിയർ എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി മസ്റ്റ് ബി 0. ഇവിടെ 0 അല്ല, എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി, ദാറ്റ് ഈസ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എ, എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു ബി. കാരണം വൈ ഈസ് ഈക്വൽ ടു ഹിയർ എ ആൻഡ് ബി ആർ ഈക്വൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരണം. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആവണം. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആവുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി എ പോയിന്റ് ഇൻസൈഡ് എ ബി. എ ബിയുടെ ഇൻസൈഡ് ഒരു പോയിന്റ് കിട്ടുന്നു സി, വേർ എഫ് ഡാഷ് ഓഫ് സി, അവിടുത്തെ ടാൻജൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഏതിന് പാരലാവുന്നു, എക്സ് ആക്സിന് പാരലാവുന്നു. അതുകൊണ്ട് എഫ് ഡാഷ് ഓഫ് സി മസ്റ്റ് ബി ഈക്വൽ ടു 0. വേറെ ഒരു വേർഷൻ ഇതാണ് വരുന്നത്. ഇവിടെ ഒരു സി തന്നെ കിട്ടണമെന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഗ്രാഫ് പറയുന്നത്. എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി മസ്റ്റ് ബി ഈക്വൽ ആൻഡ് ദർ എക്സിസ്റ്റ് മെനി പോയിന്റ്സ് C1, C2, C3 whose tangents are parallel to x-axis. So in between we have 3 points. Here in between we have 1 point only. അപ്പോൾ നമുക്കിതാണ് ആക്ച്വലി റോളീസ് തിയറം പറയുന്നത്. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണ് ആൻഡ് എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ അറ്റ് എവരി പോയിന്റ് ഇൻസൈഡ് എ ബി ആണെന്നുണ്ടെങ്കിൽ ആൻഡ് എഫ് ഓഫ് എ ആൻഡ് എഫ് ഓഫ് ബി ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി അറ്റ് ലീസ്റ്റ് 1 പോയിന്റ്, ഏറ്റവും കുറഞ്ഞത് ഒരു പോയിന്റ് ഇങ്ങനെ ഉണ്ടാവും എ ബിക്ക് ഇടയ്ക്ക്, അറ്റ് വിച്ച് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 0 ആണ്. This completes the proof of the Rolle's theorem. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീൻ വാല്യൂ തിയറം പ്രൂവ് ചെയ്യാനുള്ള സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദാറ്റ്സ് ആൻ അനദർ തിയറം, ഹോസ്റൈസ് തിയറം. ഹോസ്റൈസ് തിയറമാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സപ്പോസ് ദാറ്റ് f1 and f2, ഹിയർ 2 functions we taken are continuous on AB and differentiable on AB. Same condition, continuous on closed interval AB and differentiable on open interval AB, and assume that f1 of a is equal to f2 of a. n പോയിന്റ്സിൽ രണ്ട് ഫംഗ്ഷൻസിൻ്റെ വാല്യൂം ഈക്വൽ ആണ്. f1 of b is equal to f2 of b. n പോയിന്റ്സിൽ ഫംഗ്ഷൻസിൻ്റെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ വാല്യൂം ഈക്വൽ ആണ്. then there exists a point x0 in AB such that f1 dash of x0 is equal to f2 dash of x0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ പിക്ക് ഇടയ്ക്ക് ഒരു പോയിന്റ് x0 ഉണ്ട്, അവിടെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് ഈക്വൽ ആണ്. ഇത് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? പ്രൂഫ് ഈസ് ആക്ച്വലി ഫ്രം റോളീസ് തിയറം.
നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ we construct a new function f of x is equal to f1 of x minus f2 of x. We construct new function f of x is equal to f1 of x minus f2 of x. Since f1 and f2 are differentiable on ab and closed interval ab, then subtraction also, differentiation rule പ്രകാരം subtraction also എന്താവുന്നു, differentiable ആവുന്നു. What is f of a? F of a is actually equal to f1 of a minus f2 of a. But f1 of a must be equal to f2 of a. Therefore, f of a is equal to 0. What is f1 of f of b? That means f1 of b minus f2 of b. That must be equal. So, f of b must be equal. So, f of a equal to f of b equal to 0. Rolle's theorem conditions prove I. F of a equal to f of b. Then there exists a point x naught in ab such that by Rolle's theorem, f dash of x naught must be equal to, actually f dash of x naught must be equal to ഏതൊന്ന് വരുന്നു, ആക്ച്വലി 0 എന്ന് വരുന്നു ബൈ റോളീസ് തിയറത്തിൽ ഇവിടെ ആക്ച്വലി സി ഇൻ എ ബി എന്നാണ് പറയുന്നത്. ഇവിടെ ആക്ച്വലി എക്സ് നോട്ട് ആയിട്ട് നമ്മളത് എടുക്കുന്നു. ദാറ്റ് മീൻസ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് f1 dash of x naught minus f2 dash of x naught equal to 0. That implies f1 dash of x naught equal to f2 dash of x naught. That completes the horse race theorem. ഇത്രയേ ഉള്ളൂ ഹോഴ്സ് റേസ് തിയറം പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മളൊരു ഫംഗ്ഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു f1 of x minus f2 of x. Then we apply Rolle's theorem. That completes the horse race theorem. അടുത്ത നമ്മൾ മീൻ വാല്യൂ തിയറത്തിൻ്റെ പ്രൂഫിലേക്ക് പോവുകയാണ്. സ്റ്റെപ്പ് 3, പ്രൂഫ് ഓഫ് ദി മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറം പ്രകാരം എന്താണ്? മീൻ വാല്യൂ തിയറം ആക്ച്വലി സേസ് ദാറ്റ് ലെറ്റ് എഫ് ഓഫ് എക്സ് ബി എ ഫംഗ്ഷൻ ഓഫ് എക്സ് such that f is continuous on closed interval ab and f is differentiable on open interval ab. നമ്മൾ ആ കണ്ടീഷൻസ് ഓൾറെഡി എടുത്തു. Then we construct a new function. We define L of x is equal to f of a plus x minus a into f of b minus f of a divided by b minus a. നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്തു. Then both f and L are continuous on ab. ഫങ്ഷൻസ് ഒക്കെ എവിടെയാണ്? കണ്ടിന്യൂസ് ആണ്. And differentiable on ab. Differentiable one. Then just we check L of a. What is L of a? L of a is actually equal to f of a plus a minus a is equal to 0. That means f of a. And what is L of b? L of b is actually equal to f of a plus x minus a equivalent b minus a into f of b minus f of a divided by b minus a. b minus a and b minus a നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ ആക്ച്വലി വരിക എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. എഫ് ഓഫ് എയും ക്യാൻസൽ ചെയ്യുന്നു. ആക്ച്വലി ദിസ് ഗോസ് ടു എഫ് ഓഫ് ബി. ദാറ്റ് മീൻസ് ദിസ് വിൽ ബി എഫ് ഓഫ് ബി. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് എൽ ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്നും കിട്ടുന്നു ആൻഡ് എൽ ഓഫ് ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി എന്നും കിട്ടുന്നു. ദെൻ by step 2, by horse race theorem, then there exists a point x naught in AB such that L dash of x naught must be equal to f dash of x naught. L dash of x naughtum f dash of x naughtum actually ഇവിടെ എന്താവുന്നു? ഈക്വൽ ആവുന്നു by horse race theorem. Since L dash of x is actually what? L dash of x, this is a constant, x minus this also a constant. ആകെ അപ്പോൾ എന്താവുന്നു? L dash of x is actually f of b minus f of a divided by b minus a. It follows that f of b minus f of a divided by b minus a is actually equal to f dash of x naught. Taking c is equal to x naught. അപ്പോൾ നമ്മളിവിടെ എന്താക്കുന്നു? എക്സ് നോട്ടിന് വരെ നമ്മൾ സി എന്ന് പറയുന്നത് റീഅറേഞ്ച് ചെയ്യും. ആക്ച്വലി അത്ര മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. ഹോഴ്സ് റേസ് തിയറം എന്താണ് ആക്ച്വലി പറയുന്നത്? രണ്ട് ഫങ്ഷൻസ് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഫംഗ്ഷൻസ് f1ഉം f2 എടുത്തു. ഇവിടെയുള്ള രണ്ട് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി എടുത്തുന്ന f ആണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ആണ്. ആക്ച്വലി എൽ ഓഫ് എയും എഫ് ഓഫ് എയും ഇവിടെ ഈക്വൽ ആവുന്നു n പോയിന്റ്സിൽ. ആൻഡ് എൽ ഓഫ് ബിയും എഫ് ഓഫ് ബിയും ഈക്വൽ ആവുന്നു. അങ്ങനെയാണ് ദർ എക്സിസ്റ്റ് എ പോയിന്റ് എക്സ് നോട്ട് ഇൻ എ ബി സച്ച് ദാറ്റ് f1 dash of x naught is equal to f2 dash of x naught. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് എ പോയിന്റ് എക്സ് നോട്ട് ഇൻ എ ബി. എൽ ഡാഷ് ഓഫ് എക്സ് നോട്ടും എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ടും രണ്ട് പോയിന്റ്. f1 ആയിട്ട് ഇവിടെ എൽ എടുക്കുന്നു, f2 ആയിട്ട് എഫ് തന്നെ എടുക്കുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? ടു ഡെറിവേറ്റീവ്സും ഈക്വൽ ആയിട്ടുള്ളൊരു പോയിന്റ് കിട്ടും. എക്സ് നോട്ട് നമ്മൾ സി എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യും. വാട്ട് ഈസ് എൽ ഡാഷ് ഓഫ് എക്സ്?
എക്സ് എൽ ഡാഷ് ഓഫ് എക്സ് ഈസ് ആക്ച്വലി ദിസ് ഈസ് കോൺസ്റ്റൻറ്റ്. ആ ഈ ഒരു ഭാഗം മാത്രം ഡെറിവേറ്റീവ് എടുത്താൽ മതി. ദിസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് എഫ് ഓഫ് പി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ. ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈസ് മസ്റ്റ് ബി ഈക്വൽ ടു ദിസ്. നമ്മൾ എക്സ് നോട്ടിനെ സി എന്ന് പറഞ്ഞ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എന്ത് കിട്ടുന്നു? എഫ് ഓഫ് പി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഈസ് ആക്ച്വലി ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സി, where C is a point in between A and B എന്ന് നമുക്ക് കിട്ടും. ആക്ച്വലി ദിസ് കംപ്ലീറ്റ്സ് ദി പ്രൂഫ് ഓഫ് മീൻ വാല്യൂ തിയറം. മീൻ വാല്യൂ തിയറത്തിൻ്റെ പ്രൂഫ് നമ്മൾ ഇങ്ങനെയാണ് ആക്ച്വലി ചെയ്യുക.